മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ.സി.പി നേതാവുമായ അജിത് പവാർ അന്തരിച്ചിരിക്കുന്നു. വിമാന അപകടത്തിലാണ് അജിത് പവാറിന്റെ മരണം. എൻ.സി.പി നേതാവ് PM സുരേഷ് ബാബു കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ സുരേഷ് ബാബു, അങ്ങ് എങ്ങനെയാണ് ഈ അജിത് പവാറിന്റെ അകാലത്തിലുള്ള മരണത്തെ അനുസ്മരിക്കുന്നത്? അതീവ ദുഃഖത്തോടു കൂടി തന്നെയാണ് ആ വാർത്ത കേൾക്കാനിടയായത്. ആദ്യം കേട്ട വാർത്ത അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണെങ്കിൽ അവിടെ സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ത്യം സംഭവിച്ചു എന്ന വാർത്ത ഹൃദയഭേദകമായി വന്നിട്ടുള്ളത്. രാഷ്ട്രീയ ചേരിതിരിവിൽ ശ്രീ ശരത് പവാറിന് പിൻഗാമിയാകാൻ വെല്ലുന്ന ആധികാരികത ഉള്ള രാഷ്ട്രീയ ശക്തിയുള്ള ബഹുമാന്യനായ ഒരു നേതാവിന്റെ അകാലത്തിലുള്ള വിയോഗം മഹാരാഷ്ട്രയ്ക്ക് മൊത്തത്തിൽ തന്നെ ഒരു നഷ്ടമാണ്. അത് നികത്തിയെടുക്കാൻ കഴിയുന്നതിന് ധാരാളം പരിശ്രമം വേണ്ടിവരും. ബാരാമതി പോലെയുള്ള പ്രദേശത്ത് ഒരിക്കലും അത്തരം ഒരു വലിയ നേതാവിനെ നമുക്ക് പെട്ടെന്ന് ഉയർത്തിക്കിട്ടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടുംബത്തിനും ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഈ രാജ്യത്തെ മൊത്തം ജനവിഭാഗത്തിനും ഒരു ആശ്വാസമായി ലഭ്യമാക്കുന്ന രാഷ്ട്രീയ തലത്തിലുള്ള ഇസ്ലാമിയെ കണ്ടെത്തുന്നത് വരെ ഉള്ള ദുഃഖം, അവരനുഭവിക്കുന്ന ദുഃഖം, ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ആ ഒരു സംതൃപ്ത കുടുംബത്തിന് എന്റെ അനുശാസനം അറിയിക്കും. വളരെ നന്ദി ശ്രീ PM സുരേഷ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എൻ.സി.പി നേതാവ് സുരേഷ് ബാബുവാണ് അജിത് പവാറിനെ അനുസ്മരിച്ചത്. എന്തായാലും പാർലമെന്റ് സമ്മേളനം കൂടി ഇന്നിപ്പോൾ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ ഡൽഹിയിൽ ഉള്ള സമയത്താണ് ഇത്തരമൊരു വലിയ അപകടം മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. സുപ്രിയ സുലെയും സുനേത്ര പവാറും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേക വിമാനത്തിൽ ബാരാമതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. GMC ആശുപത്രിയിലാണ് ഇപ്പോൾ അജിത് പവാറിൻ്റെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ഒരുപക്ഷെ പവാർ കുടുംബത്തിൻ്റെ ഒരു യോഗം ഉണ്ടാകും. അതിനുശേഷം NCP നേതാക്കളാകും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ ദുരന്തമുണ്ടായപ്പോൾ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ടെലിഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും തുടരുകയാണ്. ശ്രീകാന്ത്, നേരത്തെ നമ്മൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അജിത് പവാറിൻ്റെ സാന്നിധ്യം എന്തായിരുന്നു എന്നതിനെ പറ്റിയാണ് പലതവണ ചർച്ച ചെയ്തത്. 1982 സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, പിന്നീട് 6 തവണ MLA ആയി, 6 തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്തി, 8ാമത്തെ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. മാത്രമല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന്, തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടാത്ത നേതാവ് എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണല്ലോ അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുകൾ. തെരഞ്ഞെടുപ്പുകളിൽ തോൽവിയേറിയാത്ത നേതാവ് എന്നതാണ് ഈ അജിത് പവാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്രയധികം സ്വാധീനമുള്ള നേതാവ് മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ശരത് പവാർ ആ തരത്തിലുള്ള നേതാവാണ്. അതിനുശേഷം ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അജിത് പവാറിൻ്റെ പേര് നിസ്സംശയം നമുക്ക് പറയാം. കാരണം അത് തൊഴിലാളികൾക്കിടയിൽ നിന്നും വളർന്നു വന്ന ഒരു നേതാവ് എന്ന തരത്തിൽ കൂടി അദ്ദേഹത്തിന് ആ ഒരു നേട്ടം കൈവരിക്കാനായി. 6 സർക്കാരുകളിലാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ഇരുന്നത്. 8 തവണ അദ്ദേഹം നിയമസഭാംഗമായിരുന്നു, 1 തവണ അദ്ദേഹം ലോക്സഭാംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും ശക്തമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദ്രൗപദി മുർമു ഇപ്പോൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് എന്ന് പറയുന്നു. പ്രധാനമന്ത്രി പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം അത് അവിചാരിതമായ മരണം, അത് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിയോഗമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നു. അതായത് ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. ബജറ്റ് സെഷൻ തുടങ്ങാൻ കൂടി പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഗൗതം, ആരാണ് അജിത് പവാർ എന്നുള്ളത്. 1959 ജൂലൈ 22 ജനിച്ച അദ്ദേഹം ഈ 2026 ജനുവരി 28 അന്തരിക്കുമ്പോൾ അദ്ദേഹം
നേടിയ നേട്ടങ്ങൾ 66 വയസ്സായിരുന്നു അദ്ദേഹം നേടിയ നേട്ടങ്ങൾ. ഇനി ഒരു പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത വിധം ഉയരങ്ങളിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിച്ചാൽ തന്നെ മുതിർന്ന NCP നേതാവായ ശരത് പവാറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അനന്തറാവുവിൻ്റെയും ആശാത്തായിയുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ 1959 ജൂലൈ 22-നാണ് അദ്ദേഹം ജനിക്കുന്നത്. ശരത് പവാറിൻ്റെ അനന്തരവൻ ആണ് അജിത് പവാർ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ 1982-ൽ പൂനെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് അദ്ദേഹം തുടങ്ങുന്നത്. 91 മുതൽ 2007 വരെ പൂനെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു. 91-ൽ ലോക്സഭാംഗമായി. അതേ 91-ൽ തന്നെ ശരത് പവാറിന് വേണ്ടി ബാരാമതി ലോക്സഭ ഒഴിഞ്ഞു നൽകി. പിന്നീട് 91-ൽ അദ്ദേഹം നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബാരാമതിയിൽ നിന്ന് തന്നെ 91-92 കാലഘട്ടത്ത് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി, 92-93 കാലഘട്ടത്ത് സംസ്ഥാന വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രി, 95-ൽ നിയമസഭാംഗം ബാരാമതിയിൽ നിന്ന്, 99-ൽ നിയമസഭാംഗം ബാരാമതിയിൽ നിന്ന്, 99 മുതൽ 2003 വരെ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി, 2003 മുതൽ 2004 വരെ സംസ്ഥാന ഗ്രാമവികസന വകുപ്പ് മന്ത്രി, വീണ്ടും 2004-ൽ ബാരാമതിയിൽ നിന്നും അദ്ദേഹം നിയമസഭാംഗമായി. അതായത് ബാരാമതി അദ്ദേഹത്തിൻ്റെ ഹൃദയഭൂമി ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഗൗതം പറയാം. കാരണം അവിടെയാണ് അദ്ദേഹം വളർന്നത്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ചത്, അവിടെയാണ് അദ്ദേഹം വളർന്നത്. ഇതാ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നു. വലിയ നഷ്ടം. അത് ആ ബാരാമതിയുടെ മണ്ണിൽ തന്നെ അദ്ദേഹം അലിഞ്ഞു ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ആ ശരത് പവാർ വിഭാഗത്തിലുണ്ടായ പിളർപ്പാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP ശക്തി കേന്ദ്രമായ മാവലിൽ നിന്നും മത്സരിച്ച മകൻ പാർത്ഥ് പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതോടെ അജിത് പവാർ ശരത് പവാറുമായി അകൽച്ചയിലാവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം പതിയെ നേരെ മഹായുതി സഖ്യത്തിനൊപ്പം ചേരുകയും ചെയ്തു. ഇതാ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശൂന്യതയാണ് ഗൗതമിനി. BJPയെ സംബന്ധിച്ചിടത്തോളവും മഹായുതിയെ സംബന്ധിച്ചിടത്തോളവും ഒരു രാഷ്ട്രീയ ചാണക്യനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ജനകീയനായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ശൂന്യത, അത് മഹാരാഷ്ട്ര രാഷ്ട്രീയം അറിയാവുന്നവർക്ക് വളരെ വ്യക്തമാകും. ഒരു വലിയ ശൂന്യത അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത് നികത്താൻ മറ്റൊരു അജിത് പവാർ അവിടെ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പിന്നുള്ളത് ശരത് പവാറാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സായാഹ്നത്തിലാണ്. അദ്ദേഹം വിരമിക്കാൻ ഇരിക്കുന്ന സമയം കൂടിയാണ് ഈ 2026. അതിനിടയിലാണ് ഈ വിയോഗം ഉണ്ടാകുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ അടുത്തറിയാവുന്നവർക്കറിയാം മലബാർ ഹിൽസിലെ ആ രാഷ്ട്രീയ ചാണക്യൻ എങ്ങനെയായിരുന്നു ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ഉള്ളംകൈയിലിട്ട് പന്താടിയിരുന്നത് എന്നുള്ളത്. അദ്ദേഹം ഇനിയില്ല.